എൻ്റെ പേര് റിൻസി, ഭർത്താവിൻ്റെ പേര് ആൽബി. ഞങ്ങളുടെ സ്ഥലം കുമ്പളങ്ങി. എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ ഏപ്രിൽ മാസം കടുത്ത ഛർദിലും വയറുവേദനയും മൂലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോയത്. ഡോക്ടറിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന്. എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി പൂർത്തിയാക്കാൻ പറ്റിയില്ല, ബ്ലോക്ക് മൂലം ക്യാമറ ഉള്ളിലേക്ക് പോണില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഒരു സ്കാൻ ചെയ്യണം, എന്നിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ബാക്കി പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. റിസൾട്ട് വന്നപ്പോൾ ഭർത്താവിന് ക്യാൻസറാണെന്ന് പറഞ്ഞു. ആമാശയത്തിൽ ലിംഫോമ എന്ന ക്യാൻസറാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കേട്ടപ്പോൾ ആകെ തളർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഭർത്താവിന് ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഒന്നും കഴിക്കുവാനോ വെള്ളം പോലും കുടിക്കുവാനോ ഭർത്താവിന് സാധിക്കില്ലായിരുന്നു. നേരത്തെ കഴിച്ചിരുന്ന ഭക്ഷണം മൂക്കിൽ കൂടി ട്യൂബിട്ട് കളയണമായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുവാനും പാടില്ല. കോട്ടണിൽ നനച്ച് മാത്രമേ ചുണ്ട് നനച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഈ ട്രിപ്പ് സ്റ്റാർട്ട് തുടങ്ങി 2-ാം ദിവസമായപ്പോൾ ഞങ്ങളുടെ അടുത്ത കട്ടിലിൽ ഒരു കലവൂർ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ കൊണ്ടുവന്ന് കിടത്തി. ആ ചേട്ടൻ്റെ ഭാര്യയുടെ കയ്യിൽ കൃപാസനം പത്രമുണ്ടായിരുന്നു, തൈലവും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ജപമാല ചൊല്ലി, ഞങ്ങൾ 2 പേരും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ഈ കൃപാസനം പത്രം തരാം, ഇത് വായിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്നേഹപൂർവ്വം അത് വായിച്ചു. ചേച്ചി തൈലം പുരട്ടി തന്നു. ആദ്യത്തെ ദിവസം എനിക്കറിയില്ലാഞ്ഞു, ഉടമ്പടി എടുത്തവർ മാത്രമേ ആ തൈലം എടുക്കാൻ പാടുള്ളൂ എന്ന്. ചേച്ചിനോട് പറഞ്ഞു ഒന്നും കൂടി ആ തൈലം എനിക്ക് തരുമോ, നല്ലൊരു ആശ്വാസം എൻ്റെ ഭർത്താവിനുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു മോളെ ഞാനത് പ്രാർത്ഥിച്ച് പുരട്ടി തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി തന്നെ പുരട്ടി തരികയും അവർ 3-ാം ദിവസം അവർ ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. ചേച്ചി പറഞ്ഞു ഒന്നുകൊണ്ടും മോള് പേടിക്കണ്ട, മോള് പോയി ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി തീർച്ചയായും ഞാൻ എൻ്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കും, ഓൺലൈനിലൂടെയെങ്കിലും ഭർത്താവിന് ഉടമ്പടി എടുപ്പിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവിന് കൂടുതൽ അങ്ങോട്ട് ഇവിടെ വരുവാനുള്ള അത്ര വിശ്വാസം ഞങ്ങൾ നേരത്തെ ഇല്ലാഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവ് പറഞ്ഞു എനിക്ക് എൻ്റെ മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് എന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 ദിവസം ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ട്രിപ്പ് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമായില്ല, കാരണം വെയിറ്റ് നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ട്, ആ പ്രോട്ടീൻ പൗഡർ കൈയുടെ ഞരമ്പിൽ കൂടിയല്ല കഴുത്തിൻ്റെ ഞരമ്പിൽ കൂടി വേണം കയറ്റാമെന്ന് പറഞ്ഞു. അതിന് 5000 രൂപ വില വരുമായിരുന്നു. ഞങ്ങളെ മാതാവ് ഞാൻ അമ്മയോട് ആ നിമിഷം പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം, അമ്മ എൻ്റെ ഭർത്താവിന് സൗഖ്യം നൽകണം, ഞാൻ വന്ന് കൃതജ്ഞത പറഞ്ഞുകൊള്ളാം. കാരണം എല്ലാവരും കൃതജ്ഞത പറയുമ്പോൾ ഞാൻ ഇവിടെ നേരത്തെ വന്നുകൊണ്ടിരുന്ന ചെന്ന് ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. അപ്പം ഞാൻ പറയും മാതാവ് എനിക്കൊരു കൃതജ്ഞത പറയാനുള്ള അവസരം നീ എനിക്ക് തരണം. ആ ഒരു അവസരമാണ് മാതാവ് എനിക്കിപ്പോൾ തന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാലയും ചൊല്ലിക്കൊണ്ട് ഇരുന്നേച്ചു. ഡോക്ടർ പറഞ്ഞു നമുക്ക് 5 ദിവസം വരെ ഇയാൾക്ക് ആ പ്രോട്ടീൻ പൗഡർ കയറ്റിക്കൊണ്ട് ഇരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു എമർജൻസി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിലൂടെ നമുക്ക് ഓപ്പറേഷൻ എങ്ങനെ വേണം എത്രയും വലുതാണെന്ന് അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഓപ്പറേഷന് 2 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ അത് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ മാറ്റിത്തരണം, കാരണം അതിനുള്ള സാമ്പത്തിക സ്ഥിതി എൻ്റെ കയ്യിലില്ല, ഞാനും എൻ്റെ ഈ ഇളയ മോളും മാത്രമേ ഇപ്പോൾ കൂടെയുള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. പരിശുദ്ധ അമ്മ എൻ്റെ കയ്യിൽ ഈ ജപമാലയുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു. ഞാൻ നിമിഷം ഡോക്ടറോട് പറഞ്ഞ കാര്യമാണ്. ഡോക്ടർ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു.
സ്കാൻ ചെയ്യുന്ന ആ ടെസ്റ്റ് ചെയ്യുന്നതിന് 9,000 രൂപ വരുമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഒരു 10 മിനിറ്റ് സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ അമ്മേനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കൃപാസന മാതാവേ, ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം, എന്നെ നീ സഹായിക്കണം, എനിക്ക് നീ താങ്ങായിട്ട് നിൽക്കണം, എനിക്ക് വേറെ അല്ല. കർത്താവെ, തുണിയായിരിക്കണമേ, എനിക്ക് കരുണയായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു വെച്ചു. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ചേച്ചി ടെസ്റ്റ് ചെയ്തോളൂ, ഓപ്പറേഷൻ ടെസ്റ്റിനുള്ള പൈസ ഞാൻ ഇപ്പോൾ അയച്ചു തരാം. എനിക്ക് 9,000 രൂപയാണ് ആവശ്യമുള്ളത്. പക്ഷേ എനിക്ക് സാർ അയച്ചു തന്നത് 20,000 രൂപയായിരുന്നു എനിക്ക് അയച്ചു തന്നത്. ഞാൻ അങ്ങനെ ഡോക്ടറുടെ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ് ഈ ടെസ്റ്റ് ചെയ്യുന്ന നന്നായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിലെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഇയാളോട് പറഞ്ഞു, പേടിക്കണ്ട, കൃപാസനം പത്രം ഉണ്ടല്ലോ, അത് വയറ്റത്ത് വെച്ച് കിടന്നോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം ആ ചേച്ചി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമാണ് തോന്നിയത്, എന്തോ ഒരു പ്രത്യാശ, എൻ്റെ കൂടെ ഒരാൾ ഉണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് ആ നിമിഷം മുതൽ എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ ഇങ്ങനെ അവിടെ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം 4:30 മണിക്കാണ് ഇതിൻ്റെ റിസൾട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം 4:15 വരെ ആ ചാപ്പലിൽ പോയിരുന്ന് കൈ വിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു കേട്ടോ, കൃപാസനം പത്രം വയറ്റത്ത് വെച്ച് മാറ്റരുത്, ജപമാലകൾ ഞാൻ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. 4:15 ഞാൻ ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെന്നു. ശരിക്കും അതിശയമൊന്നുമില്ല, ഡോക്ടർ എന്നോട് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഓപ്പറേഷൻ വേണ്ട, 6 കീമോയിലൂടെ നമുക്ക് ഇയാളെ സുഖപ്പെടുത്താൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കീമോ ചെയ്യണേ 25,000 രൂപയാണെന്ന് പറഞ്ഞു. ഡോക്ടറുണ്ട്, ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റ്, കാരണം എനിക്കത് താങ്ങാവുന്നതിലപ്പുറമാണ്. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിട്ടുണ്ടായുള്ളൂ, മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ ക്യാൻസർ ഡോക്ടറിൻ്റെ അടുത്തിലേക്ക് കൈമാറണേ, ഡോക്ടർ ബാക്കിയുള്ള കാര്യം പറയുമെന്ന് പറഞ്ഞു. ക്യാൻസർ ഡോക്ടർ വരുൺ രാജനായിരുന്നു. ഡോക്ടർ വന്ന് പറഞ്ഞു, നമുക്ക് ഒരു ICUയിലേക്ക് ഇയാളെ മാറ്റണം, കാരണം ഇനി കീമോ ചെയ്യുന്നതിന് ഇയാളെ ഒരിക്കലും വാർഡിൽ കിടത്താൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിനോട്, ഡോക്ടറെ എനിക്കിവിടെ കിടത്താൻ പറ്റില്ല, കാരണം എനിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഇവിടുത്തെ പൈസ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയുന്നു. ഡോക്ടർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഒരു റൂമിലേക്ക് ഇയാളെ മാറ്റാം, അവിടെ ICUവിൻ്റെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റോടുകൂടി, ICUയിലാണെന്നോർത്ത് പേടിക്കേണ്ട, ആരും കയറാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ICU എന്ന് പറഞ്ഞത്, കുഴപ്പമില്ല, റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളിലേക്ക് ഞാൻ തരാം, അത് ഈ ട്രീറ്റ്മെൻറ്റിന് ഉപകരിക്കുമെന്ന് പറഞ്ഞു. മാതാവ് ഞങ്ങളെ ഓരോ നിമിഷം ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി ഓരോ മക്കളെയും ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരുന്നു. ഞാൻ ശരിക്കും ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ നിമിഷം തന്നെ മാതാവ് എനിക്കൊരു മകളെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും പൂർണ്ണമായിട്ട് മാതാവിലേക്ക് തന്നെ ഇയാളെ വിട്ടുകൊണ്ടിരുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതലേ മാതാവിനെ മാത്രമേ, എൻ്റെ അമ്മയോട് എൻ്റെ പെറ്റ അമ്മയോട് പറയാത്ത കാര്യം പോലും ഞാൻ എൻ്റെ അമ്മയോട് മാത്രമേ എല്ലാം ഞാൻ സങ്കടങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ടിരുന്നുള്ളൂ. അമ്മ അങ്ങനെ ഡോക്ടറായിട്ട് എനിക്ക് സഹായം നൽകിക്കൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു, കീമോ ചെയ്യുന്നതിന് 1 ആഴ്ച കഴിയും, നമുക്ക് സാമ്പിൾ ഒരു കീമോ കൊടുക്കണം, അത് നമുക്ക് 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇയാളോട് പറഞ്ഞു, ആ ചേച്ചി തൈലം പുരട്ടി തന്നിട്ടുണ്ടല്ലോ, ആ തൈലത്തിൻ്റെ ശക്തി ഇവിടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് ആ തൈലം പുരട്ടി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സുഖം ലഭിച്ച പോലെ തോന്നിയിട്ടാ, കാരണം ഇയാൾ അത്രയും ജപമാല നിന്നില്ല, പക്ഷേ ഇയാൾ ഓരോ മിനിറ്റിന് ജപമാല ചെല്ലാതെ തന്നെ കൊണ്ടിരുന്നു വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ ജപമാലയുടെ ശക്തിയും കൃപാസന മാതാവിൻ്റെ ശക്തി നമുക്ക് തരും, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾ പറയും, ഞാനും ഉടമ്പടി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, തനിക്കിപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം എന്ന്. പക്ഷെ ഞങ്ങൾ ഉടമ്പടി എടുത്തോളാം എന്ന് പറയുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഓരോ മക്കളെയും മാതാവ് ഒരുക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2 ദിവസം റൂമിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇനി ഒരു സാമ്പിൾ കീമോയാണ് കൊടുക്കാൻ വന്നത്, അത് ഒരു കോഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഇയാളോട് അതിനു മുമ്പായിട്ട് ഞാൻ വിട്ടുപോയി. ഇയാൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പറ്റുമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം, അതിലൂടെ ഇയാളുടെ ബ്ലോക്ക് കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അമ്മേ ഒരിത്തിരി വെള്ളം കൊടുക്കാൻ സാധിക്കണം. കാരണം ഞാനും എൻ്റെ മകളും ഒരിത്തിരി ഭക്ഷണം കഴിക്കുന്നത് ഇയാൾ ഉറങ്ങുമ്പോഴും ഇയാൾ ബാത്റൂമിലോട്ട് ഇയാളെ കൊണ്ടുപോയി കഴിയുമ്പോഴും എൻ്റെ മോള് പറ, അമ്മേ എങ്ങനെ നമ്മൾ കഴിക്കും ഭക്ഷണം? അപ്പം ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പം പറയുന്നത്, മോളെ എനിക്കൊരു ഇത്തിരി വെള്ളം തരും, എൻ്റെ ചുണ്ട് വലിഞ്ഞു പോകണമെന്ന് പറയും. ശരിക്കും എൻ്റെ കണ്ണിനീരോടെയാണ് ഞാൻ ആ പുത്തൻ വെള്ളം ഇയാളുടെ ചുണ്ടിൽ തൊട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു 50% തുറന്നിട്ടുണ്ട്, ഇനി വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞു. ജ്യൂസ് ആയിട്ട് കൊടുക്കാം, വേറെ ഒന്നും കട്ടിയായിട്ട് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസം അങ്ങനെ ജ്യൂസ് മൂലം കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു സാമ്പിൾ കീമോ കൊടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നന്നായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അവിടെ വരും, അമ്മ എൻ്റെ ഭർത്താവിന് സൗഖ്യം തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഡോക്ടർ സാമ്പിൾ കീമോ കൊടുത്തപ്പോൾ പറഞ്ഞ് എന്തെങ്കിലും അതിൻ്റെതായ ഒരിത് കാണിക്കും, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മ ഇയാളെ തൊടുകയായിരുന്നു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സാമ്പിൾ കീമോ കൊടുത്തിട്ടിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പവുമില്ലല്ലോ ആൽബിക്ക്, എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച ആ കോഴ്സിൻ്റെ ആരംഭിക്കാം, ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ എനിക്ക് 25,000 രൂപ എനിക്ക് താങ്ങാൻ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നിങ്ങളെ വിളിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് ഡോക്ടർ വിളിച്ചു പറഞ്ഞു 25,000 രൂപയുടെ കീമോ 6 എണ്ണം ചെയ്യുന്നതിന് ഞങ്ങളുടെ ഡോക്ടറിൻ്റെ ട്രസ്റ്റിൽ ഇയാളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ആ 6 കീമോ ഞങ്ങളുടെ ഇതിൽ ട്രസ്റ്റിൽ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സഹായിക്കുന്നു. അപ്പോഴും ഇയാളെന്നോട് പറഞ്ഞു അമ്മ സുഖപ്പെടുത്തും, ഞാനൊന്ന് ഉടമ്പടി എടുക്കാം, എനിക്കൊന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പൂർണ്ണമായി സുഖം പ്രാപിക്കുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുമല്ലോ, ചെന്നിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 6 കീമോയും സെപ്റ്റംബറോടെ 6 കീമോയും അവസാനിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഇനി ഒരു പെറ്റ് CT ഉണ്ട്, അത് ചെയ്യുന്നതിന് 20,000 രൂപയാണെന്ന് പറഞ്ഞു. എൻ്റെ ഡോക്ടർ പറഞ്ഞ പ്രകാരം അവർ 18,000 രൂപയിൽ തന്ന് 2,000 രൂപ കുറച്ചു. അപ്പോഴും ഞാൻ ഡോക്ടറെ ഞാൻ എന്ത് ചെയ്യും, ഈ 18,000 രൂപ എങ്ങനെ ഞാൻ ശരിയാക്കും? അപ്പം ഞാൻ അതിനു മുമ്പായിട്ട് ഇയാളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ജൂൺ 29-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം ഇത് വെച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. രണ്ടാമത്തെ നിയമം എൻ്റെ മോൾക്ക് BSc നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടണം. കാരണം അവൾ നേഴ്സിംഗ് മതി എന്നുള്ള ഒരു കാര്യം മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുണ്ട്, മാതാവേ എനിക്ക് ഇത് സാധിച്ച് തരണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ആദ്യമായിട്ടാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് വരുന്നത്, പക്ഷേ എനിക്കിത് സാധിച്ച് തന്നേ പറ്റുള്ളൂ, എനിക്ക് അമ്മയോടല്ലാതെ വേറെ ആരോടും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പത്രം ഞാൻ എൻ്റെ ഓഫീസുകളിലും കൊണ്ടേ കൊടുത്തു. ഹിന്ദുക്കൾക്കാണ് ഞാൻ കൊടുത്തപ്പോൾ അവർക്ക് അത്ര വിശ്വാസം തോന്നില്ല. ഞാൻ പറയും ഇതൊന്ന് വായിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, വായിച്ചാൽ മാത്രമേ അതിലൂടെ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുമെന്ന് പറയും. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞു കൊണ്ടുപോകാൻ ചേച്ചി ഞങ്ങൾ വായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസുകളിലും അയൽവാസികളിലും കൊടുത്തു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ജോലിയും കഴിഞ്ഞ് പോയി കുമ്പസാരിക്കും. അതുപോലെ തന്നെ എന്നാലാവുന്നവരിൽ കാരുണ്യ പ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടേ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്ത് വന്ന് തീർന്നത് ഒക്ടോബർ 2-ാം തീയതിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി പുതുക്കലിൽ വന്നിട്ടുണ്ടായിരുന്നു. പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ പെറ്റ് CT എടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ ഭർത്താവിനെ ഞാൻ കൊണ്ടുവരും, അച്ഛൻ്റെ ആശീർവാദം ഞാൻ മേടിക്കും, എന്നിട്ട് മാത്രമേ ഞാൻ ഈ പെറ്റ് CT എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാനിവിടെ നിന്ന് 2-ാം തീയതി പോയത്. കഴിഞ്ഞ 23-ാം തീയതി എൻ്റെ ഭർത്താവിനെ ഞാനിവിടെ കൊണ്ടുവന്നു. 27-ാം തീയതി ആയിരുന്നു പെറ്റ് CT പറഞ്ഞത്. 23-ാം തീയതി എനിക്ക് ഒഴിവായതുകൊണ്ട് ഞാനിവിടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. അച്ഛൻ്റെ ആശീർവാദവും എല്ലാം മേടിച്ചു. തൈലം പുരട്ടി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ് എനിക്കെന്തോ ഒരു തണുപ്പ് പോലെ തോന്നിയത്, ഇനി പെറ്റ് CT ഒന്നും എടുക്കണ്ട, അതിനുള്ള പൈസയൊന്നും ഇല്ലല്ലോ, അതൊക്കെ മാതാവ് സുഖം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണം, അതിന് പെറ്റ് CT എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി 27-ാം തീയതി പെറ്റ് CT എടുത്തു.
ഈ പെറ്റ് സിറ്റി എടുക്കാൻ എൻ്റെ കയ്യിൽ 11,000 രൂപയെ തലേ ദിവസം വരെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. 7,000 രൂപയും കൂടി എനിക്ക് വേണം. അപ്പം എന്ത് ചെയ്യുമെന്ന് എൻ്റെ ഓഫീസിലുള്ളവരപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെ തരും, മാതാവ് തരുമല്ലോ, മാതാവ് ഉണ്ടല്ലോ, അത് മാതാവ് തന്നോളും, എനിക്കൊരു ടെൻഷൻ എനിക്ക് തോന്നണില്ല, കൃപാസന മാതാവ് അത് ഒരുക്കി തന്നോളും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ 5:30 മണിയായപ്പോൾ ചെന്നപ്പോൾ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നിക്കണം, 3,000 രൂപ വന്നെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് എൻ്റെ ഫോണിൽ ഞാൻ നോക്കിയപ്പോൾ 18,000 രൂപ വേണ്ട എനിക്ക് 18,500 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഞാൻ അമ്മയോട് ആ നിമിഷം തന്നെ നന്ദി പറഞ്ഞു, അമ്മേ നീ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്നെ, ഞാൻ എന്ത് പുണ്യമാണ് അമ്മ ചെയ്തതെന്ന്. ഞാനൊരു പാപിയാണ്, കാരണം എനിക്ക് പെട്ടെന്ന് അരിച്ചോണ്ട് ഞാൻ എന്താ പറയണതെന്ന് അറിയില്ല. അമ്മേ എന്തുമാത്രം ഞാൻ വേദനിപ്പിക്കുന്നു, പക്ഷെ അമ്മേനെ ഇത്രയും മാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും ആ നിമിഷം തന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് പൈസ റെഡി ആയിട്ടാ, ഇനി എനിക്ക് ഒന്നുകൊണ്ട് പണിയില്ല, ടെസ്റ്റിൽ വിജയം തന്നെയാണ് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ളവർ വിളിച്ചു, ചേച്ചിയുടെ വിശ്വാസം എന്തായാലും അത് തന്നെ ആകട്ടെ, ഞങ്ങൾക്കും ഒരു വിശ്വാസമുണ്ട് ചേച്ചി, കാരണം ചേച്ചി ഒരിത്തിരി നിമിഷം കിട്ടും പോലും ജപമാല പിടിക്കാതെ ചേച്ചി ജോലി എടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ അമ്മയോടുള്ള കൃപാസന മാതാവിനെ എൻ്റെ ഭർത്താവിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പെറ്റ് സിറ്റി എടുക്കാൻ ചെന്നു. ആ പെറ്റ് സിറ്റി എടുക്കുന്ന നിമിഷം വരെ ഞാൻ അവിടെ ഇരുന്ന് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുമായിട്ടാണ് ഞാൻ പോയത്. അത് ഞാൻ നെഞ്ചത്ത് കഴിച്ചിട്ട്, അമ്മേ നീ ചെല്ലണം, ഈശോയെ നീ അവിടെ ചെല്ലണം, ബാക്കി ആരായാലും അതൊരു ഉപകരണം മാത്രമാണ്, നീ അവിടെ ചെന്നിരിക്കണം, എന്തെങ്കിലും ഒരു ഇത് കാണിച്ച് തന്നേക്കണം, അവിടെ എനിക്ക് അത്ഭുതം കണ്ടു. അപ്പം റിസപ്ഷനിലുള്ള പെങ്കൊച്ച് പറഞ്ഞു, ചേച്ചിയുടെ പ്രാർത്ഥന ഒന്നും ഉണ്ടാവില്ല, ചേച്ചി ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ആ മകളോട് പറഞ്ഞ, മകളെ എനിക്ക് വേറെ അല്ല, ചേച്ചിക്ക് വേറെ ആരുമില്ല കൂടെ വരാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ആരുമില്ല മോളെ കൂടെ, അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ എന്ന് പറയും. ഞങ്ങൾ അവിടെ നിന്ന് വന്നു. പിറ്റേ ദിവസം റിസൾട്ട് മേടിക്കഴിഞ്ഞപ്പോൾ ഇയാളെന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു, എന്തായാലും അവിടെ എത്തിയോ? ഞാൻ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, മാതാവ് തന്നെ കാത്തുകൊള്ളും, താൻ ടെൻഷൻ അടിക്കാതെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല, സന്തോഷകരമായിട്ട് തന്നെയായിരിക്കും ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു. ഇയാളുടെ ശരീരത്തിൽ ഒരു തടിപ്പ് പോലുമില്ല, നേരത്തെ കാണിച്ചിരുന്ന ക്യാൻസറിൻ്റെ തടിപ്പിൻ്റെ ലക്ഷണം പോലും ഇയാളുടെ ശരീരത്തിലുള്ള ഇല്ല. ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇതൊരു ശരിക്കും ഒരു അതിശയം തന്നെയാണ്, ധൈര്യമായിട്ട് ആൽബി പണിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ ഒരു സ്വീറ്റ് തരികയും ഡോക്ടർ എഴുന്നേറ്റ് വന്ന് ഇയാൾ ഷെയ്ക്കാൻഡ് കൊടുക്കുകയും ചെയ്തു. എന്നോട് അവിടെ നിന്ന് ചോദിച്ചാൽ ആ നേഴ്സുമാർ, ചേച്ചിയുടെ പ്രാർത്ഥന, ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ എൻ്റെ ഒരു വല്ല പോലെ കൃപാസന മാതാവിൻ്റെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ ആ നിമിഷം തന്നെയാണ് മാതാവ് എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ വന്ന് തൊട്ടത്. അതെനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ പറയുന്നു, കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മനുഷ്യരെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കരകയറ്റുന്നതും ദൈവമാണ്. മരണത്തിൻ്റെയും ജീവൻ്റെയും മേൽ അധികാരമുള്ള തമ്പുരാൻ്റെ കരങ്ങളിലേക്കാണ് ഉടമ്പടി എടുത്ത മക്കൾ തങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുക. തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗ കാരണവും പിന്നീട് ഡോക്ടേഴ്സ് പറയുന്നതും അതിനുശേഷം കിട്ടിയ രോഗസൗഖ്യവും ഇതൊക്കെയാണ് നാം ഇവിടെ കേട്ടത്. ആദ്യമേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓരോ അവസ്ഥയിലും പൈസയുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് പിന്നീട് ഡോക്ടേഴ്സിൻ്റെ ട്രസ്റ്റ് തന്നെ ഇവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഒരു തയ്യാറാകുന്നത്, അതെല്ലാം ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ്. ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം മുതൽ അമ്മ അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടെ അടുത്ത് കിടന്ന ഒരു ചേച്ചി കൊടുത്ത കൃപാസന പത്രം ഇവർ വായിച്ചു. അതുപോലെ തന്നെ ആ മകള് ഈ മകൻ്റെ ചെസ്റ്റിൽ, ഉദരത്തിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. ഇതൊക്കെയാണ് നാം കേട്ടത്. കൃപാസന പത്രം അത് നമുക്ക് വായിച്ച് അനുഗ്രഹം പ്രാപിക്കാനുള്ളതാണ്. അങ്ങനെ കൃപാസന പത്രം വായിച്ചതിന് ശേഷം ഈ മകന് പിന്നീട് സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആ സ്കാനിങ്ങിലൊന്നും ഒരു തടിപ്പ് പോലും കാണുന്നില്ല. ക്യാൻസർ എന്ന് പറഞ്ഞ ആമാശയത്തിലെ ക്യാൻസർ എന്ന് പറഞ്ഞു, അത് കുടലിലേക്ക് വ്യാപിച്ച് കാണുമോ, ഇതൊക്കെയായിരുന്നു ഡോക്ടേഴ്സിൻ്റെ ഡൗട്ട്. എന്നാൽ എങ്ങും സ്പ്രെഡ് ചെയ്യാതെ ക്യാൻസറിൻ്റെ അണുക്കളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞാണ് ഈ മകനെ ഡോക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്.
അതുകൊണ്ടാണ് തിരുവചനം പറയുക, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന്. ഈ കുടുംബത്തിന് ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ കൃപകൾക്കും ഈ രോഗസൗഖ്യത്തിനും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സജിബ, പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തുനിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യം അറിയുന്നത് ഞാൻ OET പഠിക്കാൻ തിരുവല്ലായി പോയ സമയത്ത് അവിടുന്ന് കുട്ടികൾ ഇവിടെ വന്ന് പത്രം കൊണ്ടുവന്ന് എനിക്ക് തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷം കുറേ നാളിന് ശേഷമാണ് എനിക്ക് ഇവിടെ വരാൻ സാധിക്കുന്നത്. ഞാനിവിടെ വന്നിരുന്നത് എനിക്ക് 6 വർഷമായിട്ട് വിദേശത്ത് പോകാനും എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുവാനും അവിടുത്തെ ജോലിക്കും വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ 6 വർഷമായിട്ട് എനിക്ക് വിസ ലഭിക്കുന്നില്ല. ഞാനിവിടെ വന്ന് ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2025 ഓഗസ്റ്റ് 1-ാം തീയതി. അതിനുശേഷം ഞാൻ ഓഗസ്റ്റ് 9-ാം തീയതി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷമാണ് ഞാൻ കുവൈറ്റ് പ്രോമട്രി എക്സാമിന് പോയത്. ആ സമയത്ത് എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ടായി. ഞാൻ ചെന്നൈയാണ് എനിക്ക് സെൻറ്ററായിട്ട് കിട്ടിയത്. ചെന്നൈയിൽ ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ രാത്രിയിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ അമ്മ മാതാവും തിരുക്കുമാരനെ ഞാൻ കണ്ടു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ എക്സാം എഴുതുന്നത്. മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അവിടെ അറിഞ്ഞു. ഞാൻ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളുമായിട്ടാണ് അവിടുത്തെ എക്സാം സെൻറ്ററിലോട്ട് പോയത്. പക്ഷേ ആ എക്സാം സെൻറ്ററിൽ അവിടുത്തെ എക്സാമിനേഴ്സ് എന്നെ അത് അകത്ത് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. പക്ഷേ എന്നാലും ഞാനത് ഉടമ്പടി തൈല് നെറ്റിയിൽ തൂത്തും കുറച്ച് ഉപ്പ് ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് ആ കമ്പ്യൂട്ടറിൽ ഞാനിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് എക്സാം ടഫായിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് അറ്റൻഡ് ചെയ്ത് തിരിച്ചിറങ്ങി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ചും എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ടായി. എനിക്ക് പെട്ടെന്നൊരു അനഫൈലാറ്റിക് റിയാക്ഷൻ അടിച്ച് ഞാൻ ബോധമില്ലാതെ പോയി. അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി വൈദ്യസഹായം നേടിയതിന് ശേഷമാണ് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ ഞാൻ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു മയക്കത്തിലേക്ക് പോയ സമയത്ത് ഒരു നല്ലൊരു സ്ത്രീ ശബ്ദം എനിക്ക് കേട്ടു, നീ പാസ്സായി. അത് ഞാൻ എഴുതി പ്രാർത്ഥിച്ചത് 60% മാർക്ക് തന്നെ വിജയിപ്പിക്കണമേ അമ്മയെന്നാണ് പറഞ്ഞത്. അതേ സെയിം മാർക്ക് തന്നാണ് അമ്മ എനിക്ക് എൻ്റെ വിജയം നൽകിയത്. അതേപോലെ തന്നെ എൻ്റെ PCC എടുക്കുന്ന സമയത്തും എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ നേരിട്ടു. ആ സമയത്തും ഞാൻ PCC എടുക്കാൻ അക്ഷയയിൽ പോയ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ ഇതെനിക്ക് തരണേ, ഇത് തന്നില്ലെങ്കിൽ ഇനി എനിക്ക് ഒരിക്കലും പോകാൻ സാധിക്കത്തില്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു അടയാളം തരണേ, ഈ PCC ശരിയാവുകയാണെങ്കിൽ ഒരു അടയാളം തരണേന്ന്. അപ്പം എനിക്ക് തൊട്ട് ഫ്രണ്ടിൽ ഒരു ചേട്ടൻ പാസ്പോർട്ടിന് എന്തോ ഒരു ആവശ്യത്തിന് വന്നതായിരുന്നു. ആ ചേട്ടൻ്റെ കയ്യിൽ കൃപാസനം മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ PCC എനിക്ക് കിട്ടും. അങ്ങനെ എൻ്റെ PCC എനിക്ക് കിട്ടി. പിന്നെന്ന് വെച്ചാൽ എൻ്റെ എക്സാം അത് അമ്മ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് തന്ന എക്സാമിന് സെൻറ്ററിൻ്റെ കൗണ്ടർ നമ്പർ 7 ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ മെഡിക്കൽ എടുക്കാനും പോയി. കുവൈറ്റ് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫുള്ളതാണ്. മെഡിക്കലിൽ ഫെയിലായാൽ നമുക്ക് വിസ അവരെ തിരിച്ചങ്ങ് വാങ്ങിക്കും. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ സഹായിക്കണേ, എനിക്ക് വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് മെഡിക്കലിന് 7-ാം തീയതി ആയിരുന്നു. അവിടെ അമ്മ എന്നെ പാസ്സാക്കി. അതിനുശേഷം ഈ ടിക്കറ്റും വിസയും എനിക്ക് വന്നു. ഇത് അമ്മ മാതാവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് ടിക്കറ്റ് എടുത്തേക്കുന്നത് 6-ാം തീയതി രാത്രി 10:30-ക്കാണ് ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നത്. 7-ാം തീയതി 1 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. അവിടെ എൻ്റെ അമ്മ മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അവർക്കും ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത്, ഞാൻ ചെന്നൈയിൽ പോയ സമയത്ത് ഇവിടുന്ന് തമിഴ് പത്രം വാങ്ങിച്ച് അവിടെ ഞാനും എൻ്റെ അച്ഛനും കൂടെ നടന്ന് അവിടെയുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മലയാളം പത്രമായാലും ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ ആശുപത്രികളിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ രോഗികളെ സന്ദർശിക്കും. പിന്നെ അവിടെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ആഹാര സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനവും പിന്നെ ഡെയിലി ബ്രെഡ് ഇതൊന്നും ഞാൻ മുടക്കാറില്ല. പ്രാർത്ഥന ഞാൻ ഉടമ്പടി എന്നാണ് എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല. അതെനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ മുടക്കുകയില്ല. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. നിയമാവർത്തനം 31:8
കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. സജിബ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വ്യക്തമായ മരിയൻ ദൈവാനുഭവങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും നമ്മളോട് വ്യക്തമായ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. ഒരു അവ്യക്തമായ സൂചനകളോ തോന്നലുകളോ അല്ല ഉടമ്പടി ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും ഓരോ സാക്ഷ്യവും. ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവ് വ്യക്തതയോടുകൂടി ഇത് ദൈവിക പ്രവൃത്തിയാണ്, ഇത് ഉടമ്പടിയിലുള്ള വിശ്വസ്തതയ്ക്ക് ഞാൻ നിൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്ന പ്രവൃത്തിയാണ്, നിൻ്റെ ജീവിതത്തെ ഞാൻ സുരക്ഷിതമാക്കി നയിക്കുന്നുവെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് എളിമയുള്ള, ശാന്തതയുള്ള, വിശുദ്ധിയുള്ള, ദൈവസ്നേഹമുള്ള ഉടമ്പടി ജീവിതമാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും ബോധ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.